നമുക്ക് ഈ മൺമറഞ്ഞു പോയവരെ ഒന്നും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. നമ്മുടെ മുൻ തലമുറയൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലേ. എന്തായാലും ഈ ഓണം നമ്മൾ ആഘോഷിക്കുമ്പോഴും ഇവിടെ കോഴിക്കോട്ടേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ മാവേലിക്കസിന്റെ ഭാഗമായി ഓണപ്പൂക്കളം ഉണ്ടായിരുന്നു. ആ ഓണപ്പൂക്കളത്തിൽ പ്രിയ കലാകാരൻ MTയുടെ ചിത്രം പൂക്കളത്തിൽ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആ മാവേലിക്കസ് സംഘാടക സമിതി. എന്തായാലും ആ പൂക്കളം വളരെയധികം ശ്രദ്ധേയമാവുകയാണ്. അവരുടെയൊക്കെ വിശേഷങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. വിപുലമായ ഓണാഘോഷ പരിപാടികളാണ് മാവേലിക്കസ് എന്ന പേരിൽ ജില്ലയിൽ സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പൂക്കള മത്സരത്തിൽ കൗതുകമുളവാക്കുന്നതായിരുന്നു മാവേലിക്കസ് സംഘാടക സമിതിയുടെ പൂക്കളം. മൺമറഞ്ഞ പ്രിയപ്പെട്ട എഴുത്തുകാരനോടുള്ള ആദരവിന്റെ ഭാഗമായി പൂക്കൾ കൊണ്ട് അർച്ചന. MT വിട പറഞ്ഞതിനു ശേഷമുള്ള ആദ്യ ഓണം. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശത്തിൽ കൂടിയായിരുന്നു MTയുടെ പൂക്കളം തീർത്തത്. ഏവർക്കും പരിചിതമായ MTയുടെ ചിത്രമായിരുന്നു പൂക്കളത്തിൽ. മഹാനായ MT വാസുദേവൻ മരിച്ച ശേഷം നടക്കുന്ന ആദ്യത്തെ ഓണാഘോഷം എന്നുള്ളതും മലയാളികളിലെല്ലാം ചിരപ്രതിഷ്ഠ നേടിയ വലിയ എഴുത്തുകാരന് ഒരു അർച്ചന പോലെ ഒരു ഓർമ്മ പുതുക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാക്കി ഇതിനെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിയുടെ തന്നെ നിർദ്ദേശപ്രകാരം MTയുടെ മെഗാ പൂക്കളം ഒരുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. പൂക്കള മത്സരത്തിൽ കുടുംബശ്രീ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ, ഭിന്നശേഷി കുട്ടികൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കുചേർന്നു. വരും ദിവസങ്ങളിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് മാവേലിക്കസ് എന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ നടക്കുക. കൈരളി ന്യൂസ്, കോഴിക്കോട്.